എന്തൊക്കെയാണ് ടു ടൈപ്സ് ഓഫ് നമ്മുടെ അസറ്റൈൽകോളിൻ ആക്ട് ചെയ്യുന്ന ടു ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ് ഏതാണ്? ഇറ്റ് ബിക്കം മോർ പോസിറ്റീവ് അല്ലെ, ലെസ് നെഗറ്റീവ് ആകും, അതായത് മോർ പോസിറ്റീവ് ആകും. ACH മീഡിയേറ്റ് വരുമ്പോൾ നമുക്ക് ഹാർട്ട് റേറ്റ് കുറയ്ക്കും, അതുപോലെ റെസ്പിറേഷൻ റേറ്റ് കുറയും. നമ്മൾ അസറ്റൈൽകോളിൻ യൂസ് ചെയ്ത് എന്താ, ഇറ്റ് വേഴ്സൺ അല്ലെ, അത് കോസ് ദ ബ്രോങ്കോ കൺസ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മളൊരു 5 minutes ഉണ്ട് അല്ലെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഓരോ ടോപ്പിക്സ് പഠിക്കാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസറ്റൈൽകോളിൻ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ അസറ്റൈൽകോളിൻ 5 minutes കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എങ്ങനെ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. സോ അസറ്റൈൽകോളിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നാച്ചുറലി ഒക്കറിംഗ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അല്ലെ. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. സോ ഇത് എവിടെയായിരിക്കും കാണുന്നത്? പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെ. മെയിൻലി ഈ 3 റീജിയൻസിലായിരിക്കും അസറ്റൈൽകോളിൻ പ്രസന്റ് ആയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ആക്ട്സ് ഓൺ കോളിനർജിക് റിസപ്റ്റേഴ്സ് അല്ലെ. മെയിൻ ആയിട്ട് കോളിനർജിക് റിസപ്റ്റേഴ്സിലാണ് ഈ അസറ്റൈൽകോളിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് കോളിനർജിക് ന്യൂറോ ട്രാൻസ്മിറ്റർ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മസ്കാരനിക് റിസപ്റ്റേഴ്സ് ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് അല്ലെ. സോ എന്തൊക്കെയാണ് ടു ടൈപ്സ് ഓഫ് നമ്മുടെ അസറ്റൈൽകോളിൻ ആക്ട് ചെയ്യുന്ന ടു ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സ് ഏതാണ്? കോളിനർജിക് റിസപ്റ്റേഴ്സ് ആണ്, ദാറ്റ് ഈസ് മസ്കാരനിക് റിസപ്റ്റേഴ്സ് ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് അല്ലെ. സോ മസ്കാരനിക് റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് M1 to M5 അല്ലെ. 5 സബ് ഡിവിഷൻസ് അല്ലെ, സബ് യൂണിറ്റ്സ് ആണുള്ളത്. സോ M1 to M5 ആയിട്ടുള്ള 5 ടൈപ്സ് ആണുള്ളത്. It's located on the smooth muscles അല്ലെ. സോ ഈ മസിൽസ് അല്ലെ, ഈ പറയുന്ന റിസപ്റ്റേഴ്സ് എവിടേക്കായിരിക്കും കാണുന്നത്? സ്മൂത്ത് മസിൽസ്, ഹാർട്ട്, അതുപോലെ തന്നെ ഗ്ലാൻസ് അല്ലെ. സോ ഈ ഗ്ലാൻസിലും ഹാർട്ടിലും സ്മൂത്ത് മസിൽസിലായിരിക്കും മസ്കാരനിക് റിസപ്റ്റേഴ്സ് കാണുന്നതെങ്കിലും നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിന് 2 ടൈപ്പ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് NM ആൻഡ് NN അല്ലെ. സോ NM അത് NM എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഇസ് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ കാണുന്നതാണ് NM എന്ന് പറയുന്നത്. ആൻഡ് NN എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗാംഗ്ലിയോണിക് അല്ലെ, ഓട്ടോണോമിക് ഗാംഗ്ലിയയിലാണ് ആ ഒരു റീജിയൻ അല്ലെ. ഗാംഗ്ലിയോണിക് റിസപ്റ്റേഴ്സ് അല്ലെ ന്യൂറോൺസിലായിരിക്കും എന്ത് കാണുന്നത്? ഈ NN റിസപ്റ്റേഴ്സ് കാണുന്നത് അല്ലെ. സോ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മസ്കാരനിക് റിസപ്റ്റേഴ്സ് M1 to M5 ആണുള്ളത്. മെയിൻലി കാണുന്ന സ്മൂത്ത് മസിൽസ്, അതുപോലെ ഹാർട്ട്, ഗ്ലാൻസിലായിരിക്കും. ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് M ഉം അതുപോലെ NN ആണ് അല്ലെ. സോ 2 ടൈപ്പ് ആണ് വരുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ അല്ലെ. സോ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സും മസ്കാരനിക് റിസപ്റ്റേഴ്സും രണ്ട് രീതിയിലാണ് ആ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് രണ്ടും രണ്ടായിട്ട് തന്നെ പഠിക്കണം. സോ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ഏത് രീതിയിലായിരിക്കും? അയൺ ചാനൽ അല്ലെങ്കിൽ കാറ്റയോൺ ആക്ഷൻ ആയിരിക്കും അല്ലെ. അയൺ ചാനൽസ് ത്രൂ ആയിരിക്കും നമുക്ക് ആക്ഷൻസ് വരുന്നത്. സോ അസറ്റൈൽകോളിൻ ബൈൻഡ്സ് ടു ദ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ്. സോ ഈ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിൽ വന്ന് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽസ് ഓപ്പൺ ആകും അല്ലെ. സോ ലിഗാൻഡ് ഗേറ്റഡ് ആയിട്ടുള്ള അയൺ ചാനൽ ഓപ്പൺ ആകും. സോ നമ്മുടെ സോഡിയത്തിന്റെയും കാൽഷ്യത്തിന്റെയും ഇൻഫ്ലക്സ് നടക്കും അല്ലെ. നമ്മുടെ സെല്ലിന്റെ അകത്തേക്ക് സോഡിയത്തിന്റെയും കാൽഷ്യത്തിന്റെയും ഇൻഫ്ലക്സ് നടക്കും. സോ എപ്പോഴാണ് ആ ഒരു ചാനൽ അല്ലെ, ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനൽ ഓപ്പൺ ആകുമ്പോഴാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ ഇറ്റ് കോസ് ഡീപോളറൈസേഷൻ. ഡീപോളറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ? സെല്ലിൽ ആ ഒരു കാൽഷ്യവും അതുപോലെ തന്നെ സോഡിയം അയോൺസ് കയറുമ്പോൾ എന്താണ്? ഇറ്റ് ബിക്കം മോർ പോസിറ്റീവ് അല്ലെ, ലെസ് നെഗറ്റീവ് ആകും, അതായത് മോർ പോസിറ്റീവ് ആകും. സോ അപ്പൊ എന്താ? ഡീപോളറൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ദാറ്റ് ലീഡ്സ് ടു മസിൽ കൺട്രാക്ഷൻ അല്ലെ. അപ്പൊ അപ്പോഴായിരിക്കും നമുക്ക് മസിൽ കൺട്രാക്ഷൻസ് ആൻഡ് ഗാംഗ്ലിയോണിക് ട്രാൻസ്മിഷൻ നടക്കുന്നത് അല്ലെ. സോ അസറ്റൈൽകോളിൻ വരുന്നു, നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യുന്നു, നമ്മുടെ അയോൺ ചാനൽസ് ഓപ്പൺ ആകുന്നു, സോഡിയവും കാൽഷ്യത്തിന് ഇൻഫ്ലക്സ് നടക്കുന്നു, ഡീപോളറൈസേഷൻ നടക്കുന്നു. ദാറ്റ് കോസ് മസിൽ കൺട്രാക്ഷൻ ആൻഡ് ഗാംഗ്ലിയോണിക് ട്രാൻസ്മിഷൻ. ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ഫാസ്റ്റ് ആക്ഷൻ ആണ് അല്ലെ. പെട്ടെന്ന് ചാനൽ ഓപ്പൺ ചെയ്യുന്ന ആക്ഷൻ ആയതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആക്ഷൻ ആണ്. ആൻഡ് അയോൺ ചാനൽ മീഡിയേറ്റഡ് ആണ് അല്ലെ. സോ അപ്പോൾ ഓർക്കുക, നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അയോൺ ചാനൽ മീഡിയേറ്റഡ് ആണ്. മെയിൻലി ഏതൊക്കെ അയോൺസിന് ഇൻഫ്ലക്സ് ആണ് നടക്കുന്നത്? സോഡിയത്തിന്റെയും കാൽഷ്യത്തിന്റെയും ഇൻഫ്ലക്സ് ആണ്. അങ്ങനെ ആ ഒരു മസിൽസിലുള്ള സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷനും അതുപോലെ തന്നെ ഗാംഗ്ലിയോണിക് ട്രാൻസ്മിഷനും ആയിരിക്കും നടക്കുന്നത്. സോ ഇനി മസ്കാരനിക് റിസപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് G പ്രോട്ടീൻ മീഡിയേറ്റഡ് അല്ലെ. ഇവിടെ അയൺ ചാനൽ മീഡിയേറ്റഡ് അല്ല, G പ്രോട്ടീൻ മീഡിയേറ്റഡ് ആണ്. സോ അസറ്റൈൽകോളിൻ ബൈൻഡ്സ് ടു മസ്കാരനിക് റിസപ്റ്റേഴ്സ് ആൻഡ് ഇറ്റ് ആക്ടിവേറ്റ് ദ G പ്രോട്ടീൻസ് അല്ലെ. G പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ആക്കും. ദാറ്റ് കോസ് എന്താണ്? IP3 ആൻഡ് DHയുടെ അളവ് അവിടെ കൂടുന്നു അല്ലെ. സോ IP3 ആൻഡ് DHയുടെ അളവ് കൂടുന്നു, അല്ലെങ്കിൽ നമ്മുടെ CAMP അല്ലെ, സൈക്ലിക് CAMP സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് മീഡിയേറ്റഡ് ആണ്. CAMPയുടെ അളവ് കുറയുന്നു. ദാറ്റ് പ്രൊഡ്യൂസ് എഫക്ട് ഇൻ ദ എന്താണ്? എഫക്ട് ലൈക്ക് സ്മൂത്ത് മസിൽസ് കൺട്രാക്ഷൻ അല്ലെ. സോ ആ ഒരു എഫക്ട് അല്ലെങ്കിൽ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് മീഡിയേറ്റ് ചെയ്തായിരിക്കും നമുക്ക് സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷൻ നടക്കുന്നത് അല്ലെ. സോ നമ്മൾ മുന്നേ പഠിച്ച നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിലായിരുന്നെങ്കിൽ അയൺസ് കയറിയിട്ടില്ല, അയൺസിന് ഇൻഫ്ലക്സ് നടന്നിട്ട് ഡീപോളറൈസേഷൻ വഴിയാണ് കൺട്രാക്ഷൻ നടന്നത്.
പറഞ്ഞെങ്കിൽ ഇവിടെ എന്താണ് ജി പ്രോട്ടീൻ മീഡിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ IP3 അല്ലെങ്കിൽ DHGയുടെ അളവ് കുറയുന്നു അല്ലെ, കൂടുന്നു. അതുപോലെ തന്നെ CMPയുടെ അളവ് കുറയുന്നു അല്ലെ. ഈ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് അല്ലെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് മീഡിയേറ്റഡ് ആയിരിക്കും അവിടെ ഒരു മസിൽ കൺട്രാക്ഷൻ നടക്കുന്നത്. സോ അപ്പൊ എന്താ, ഇപ്പൊ മസിൽ കൺട്രാക്ഷൻ നടക്കുന്നു, ഗ്ലാൻസിന് സെക്രീഷൻസ് നടക്കുന്നു, ഹാർട്ട് റേറ്റിൽ റിഡക്ഷൻ സംഭവിക്കുന്നു അല്ലെ. നമുക്കറിയാം ഇവിടെ ഹാർട്ട് റേറ്റിന് റിഡക്ഷൻ കുറയുകയും അതുപോലെ തന്നെ ഗ്ലാൻഡുലാർ സെക്രീഷൻസ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. സോ മസ്കാരിക് റിസപ്റ്റേഴ്സ് ഇവിടെ നമ്മൾ നിക്കോട്ടിൻ റിസപ്റ്റേഴ്സിൽ പറയുമ്പോൾ എന്താണ് അയൺ ചാനൽ മീഡിയേറ്റഡ് ആയതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. സോ ഇവിടെ നിക്കോട്ടിൻ റിസപ്റ്റേഴ്സ് ആയതുകൊണ്ട് സ്ലോ ആക്ഷൻ ആണ്, സെക്കൻഡ് മെസ്സഞ്ചർ സിസ്റ്റം ആണ് അല്ലെ. സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് മീഡിയേറ്റഡ് ആയിട്ടായിരിക്കും ആ ഒരു സിസ്റ്റം നടക്കുന്നത്. സോ ഇറ്റ് സ്ലോ ആക്ടിങ് ആണ്. ആൻഡ് നെക്സ്റ്റ് അപ്പൊ നമ്മൾ മെക്കാനിസം ഓഫ് ആക്ഷൻ നിക്കോട്ടിൻ റിസപ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ നമ്മൾ എന്താ മസ്കാരിക് റിസപ്റ്റേഴ്സിനെയും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് ഫാർമക്കോളജിക്കൽ എഫക്ട്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ACH മീഡിയേറ്റ് വരുമ്പോൾ നമുക്ക് ഹാർട്ട് റേറ്റ് കുറയ്ക്കും, അതുപോലെ റെസ്പിറേഷൻ റേറ്റ് കുറയും. അത് നമ്മൾ സെക്രീഷൻസ് അല്ലെ, ഗ്രാനുലാർ സെക്രീഷൻസ് ആയിരിക്കും അവിടെ കൂടുതലായിട്ടുള്ളത് അല്ലെ. ഇപ്പൊ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ എന്തായിരിക്കും നടക്കുന്നത്? കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്നത് അല്ലെ. ഹാർട്ട് റേറ്റ് കുറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ബ്രാഡി കാർഡിയ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ കാർഡിയാക് ഔട്ട്പുട്ട് കൊടുക്കുന്നു. വാസോ ഡയലേഷൻ ആയിരിക്കും, കൺസ്ട്രക്ഷൻ അല്ല, വാസോ ഡയലേഷൻ ആണ് കോസ് ചെയ്യുന്നത് അല്ലെ. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് കുറയുന്നു, കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്നു, അതൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിൽ ഇറ്റ് കോസ് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ അല്ലെ, ഇൻക്രീസ്ഡ് ബ്രോങ്കിയൽ സെക്രീഷൻസ്. സെക്രീഷൻസ് എപ്പോഴും ഗ്രാനുലാർ സെക്രീഷൻസും അതിപ്പോ ബ്രോങ്കിയൽ സെക്രീഷൻസ് ഒക്കെ കൂടുന്നു അല്ലെ. ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ നടന്ന് ബ്രോങ്കിയൽ സെക്രീഷൻ കൂടുന്നു. അതുപോലെ തന്നെ GIT-യിലായിരിക്കും മെയിൻ ആയിട്ട് അല്ലെ. GIT-യിൽ എന്താണ് നമ്മുടെ മോട്ടിലിറ്റി കൂടുന്നു, അതുപോലെ തന്നെ സെക്രീഷൻസ് കൂടുന്നു. അപ്പൊ ഹാർട്ട് റേറ്റ് കുറയുകയാണ്, പക്ഷേ ബാക്കിയുള്ള സെക്രീഷൻസ് ഗ്രാനുലാർ സെക്രീഷൻസ് GI മോട്ടിലിറ്റി ആ പറയുന്ന സിസ്റ്റമിനൊക്കെ ആക്ടിവേറ്റ് ആകുകയാണ് അല്ലെ. പിന്നെ ഐയിൽ പറയുമ്പോൾ എന്താ നമ്മുടെ മയോസിസ് ആണ് കോസ് ചെയ്യുന്നത് അല്ലെ. മയോസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ദ പ്യൂപ്പിൾ കൺസ്ട്രക്ഷൻ ആകുകയാണ്. ആൻഡ് ഇൻട്രാ ഓക്കുലാർ പ്രഷർ അവിടെ കുറയുകയാണ് അല്ലെ. സോ അതിൽ ആ ഒരു മെക്കാനിസം ആയിരിക്കും വരും. കൺസ്ട്രക്റ്റഡ് പ്യൂപ്പിൾ ആണ്, അതുപോലെ തന്നെ ഇൻട്രാ ഓക്കുലാർ പ്രഷർ കുറവായിരിക്കും. ആൻഡ് ഇതാണ് നമ്മുടെ വരുന്ന ഫാർമക്കോളജിക്കൽ ആക്ഷൻസ്. മെയിൻ നമ്മൾ ഹാർട്ട് പറഞ്ഞു, പിന്നെ ബ്രോങ്കിയൽ സെക്രീഷൻസിനെ പറ്റി പറഞ്ഞു, GIT-യെ പറ്റി പറഞ്ഞു, ഐയെ പറ്റി പറഞ്ഞു അല്ലെ. മെയിൻ ആയിട്ടുള്ള ACH ആക്ട് ചെയ്ത് എന്തൊക്കെ ഫാർമക്കോളജിക്കൽ ചേഞ്ചസ് ആണ് നടക്കുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ട ഇമ്പോർട്ടന്റ് യൂസസ് ഓഫ് അസറ്റൈൽകോളിൻ ആണ് അല്ലെ. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് യൂസസ്? അസറ്റൈൽകോളിൻ is rarely used as a systemically due to rapid breakdown അല്ലെ. റാപ്പിഡ് ബ്രേക്ക് ഡൗൺ ആണ്, ദാറ്റ് ഇസ് കോളിനെസ്റ്ററീസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ആണ് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് അല്ലെ. ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന കോളിനെ ആക്കി മാറ്റുന്നത്. സോ ഇവിടെ റാപ്പിഡ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് തന്നെ റയർലി എന്താണ് സിസ്റ്റമിക് യൂസസ് ഭയങ്കര കുറവാണ്. ആൻഡ് മെയിൻ ക്ലിനിക്കൽ യൂസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഒഫ്താൽമോളജി അല്ലെ. നമ്മൾ പറഞ്ഞു അതിൽ ഓൾറെഡി ഇറ്റ് ഇൻഡ്യൂസ് മയോസിസ് അല്ലെ, ദാറ്റ് ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ ഇൻഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. സോ ഒഫ്താൽമോളജിയിൽ അതിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ് മയോസിസ് ഡ്യൂറിങ് ഐ സർജറീസ് അല്ലെ. സോ ഐ സർജറി ദാറ്റ് ഇസ് കാറ്ററാക്ട് സർജറിക്ക് ടൈമിൽ നമുക്ക് ആ ഒരു പ്യൂപ്പിളിന്റെ കൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ നമുക്ക് എന്താ ACH പെട്ടെന്ന് നമുക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്താൽ ഇറ്റ് കോസ് റാപ്പിഡ് പ്യൂപ്പിൾ മയോസിസ് അല്ലെ. ആ ഒരു എന്താണ് കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ കോസ് ചെയ്യും അല്ലെ. ഇനി വെരി ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ റാപ്പിഡ്ലി ഡിസ്ട്രോയിഡ് ബൈ ദ അസറ്റൈൽകോളിനെസ്റ്ററേസ് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറച്ച് ഡ്യൂറേഷൻ ഓഫ് ആക്ഷനുള്ള പെട്ടെന്ന് തന്നെ നമ്മുടെ അസറ്റൈൽകോളിനെസ്റ്ററേസ് വന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ അസറ്റൈൽകോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താണ് കോളിൻ ആൻഡ് അസറ്റേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യും. സോ അത് റാപ്പിഡ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ സഡൻ ആക്ഷൻ ആയിരിക്കും നമുക്ക് വരുന്നത് അല്ലെ. ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആയിരിക്കും. ആൻഡ് കോൺട്രാഇൻഡിക്കേഷൻ നമുക്ക് നോക്കേണ്ട കോൺട്രാഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇപ്പൊ ഏതൊക്കെ കണ്ടീഷൻസിൽ നമ്മൾ അസറ്റൈൽകോളിൻ യൂസ് ചെയ്താൽ അത് എന്താണ് ആ ഒരു സിറ്റുവേഷൻ വേഴ്സൺ ആകും അല്ലെ, അല്ലെങ്കിൽ അസറ്റൈൽകോളിൻ യൂസ് ചെയ്യാൻ പാടില്ലാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. സോ അസറ്റൈൽകോളിൻ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ ബ്രോങ്കിയൽ ആസ്മ അല്ലെ. ബ്രോങ്കിയൽ ആസ്മ എന്താണ് ഓൾറെഡി നമുക്കറിയാം ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആണ് അത് കോസ് ചെയ്യുന്ന, സെക്രീഷൻസിനെയൊക്കെ കൂട്ടുന്നുണ്ട്. സോ ബ്രോങ്കിയൽ ആസ്മാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ അസറ്റൈൽകോളിൻ യൂസ് ചെയ്ത് എന്താ ഇറ്റ് വേഴ്സൺ അല്ലെ, അത് കോസ് ദ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. സോ ഇറ്റ് മേ വേഴ്സൺ. ആൻഡ് പെപ്റ്റിക് അൾസർ ഡിസീസസ് അല്ലെ. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം ഗ്രാനുലാർ സെക്രീഷൻസ് കൂടുന്നതാണ് ആസ് നമ്മുടെ HCl അളവൊക്കെ കൂടുന്നത്. സോ ഇറ്റ് കോസ് ഇൻക്രീസ്ഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ്. ആൻഡ് കൊറോണറി ആർട്ടറി ഡിസീസസ് അല്ലെ, സിവിയർ ബ്രാഡികൈഡിയ നമ്മുടെ ഹാർട്ട് റേറ്റും കാർഡിയാക് ഔട്ട്പുട്ട് ഒക്കെ കുറയ്ക്കും. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ആൻഡ് ഇൻഡസ്റ്റൈനൽ ഓർ യൂറിനറി ഒബ്സ്ട്രക്ഷൻ. സോ ഈ പറയുന്ന കണ്ടീഷൻസിലൊന്നും നമ്മൾ അസറ്റൈൽകോളിൻ യൂസ് ചെയ്താൽ എന്താണ് ആ ഒരു സിറ്റുവേഷൻ വേഴ്സൺ ആകും അല്ലെ. സോ കോൺട്രാഇൻഡിക്കേഷൻ വരും.
സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അത് യൂസ് ചെയ്യുമ്പോൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആ ഒരു അതിന്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ആൻഡ് അഡ്വേഴ്സ് റിയാക്ഷൻ അല്ലെ, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ മസ്കാരൻഡിക് ഇഫക്റ്റും അതുപോലെ തന്നെ നിക്കോട്ടിനിക് ഇഫക്റ്റും നമുക്ക് രണ്ടായിട്ട് തന്നെ പഠിക്കാനുണ്ട്. സോ മസ്കാരൻഡിക് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് കോസ് എക്സസീവ് സലൈവേഷൻ അല്ലെ, നമുക്കറിയാം എപ്പോഴും നമ്മുടെ സെക്രീഷൻസ് അവിടെ കൂടുമായിരിക്കും അല്ലെ. സോ സലൈവേഷൻ കൂടുന്നു, സ്വെറ്റിംഗ് കൂടുന്നു, നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, അബ്ഡോമിനൽ ക്രാംസ് അല്ലെ. സോ നമ്മുടെ ഐറ്റിയിലുള്ള എല്ലാ സെക്രീഷൻസും അവിടെ കൂടുന്നു അല്ലെ, സലൈവേഷൻസ്, സ്വെറ്റിംഗ്, സോ അങ്ങനെയുള്ള എല്ലാ സെക്രീഷൻസ് കൂടുന്ന ഈ ഒരു അഡ്വേഴ്സ് എഫക്ട് ദാറ്റ് ഇസ് മീഡിയേറ്റഡ് ടു മസ്കാരൻഡിക് എഫക്ട് അല്ലെങ്കിൽ മസ്കാരൻഡിക് റിസപ്റ്റേഴ്സ് കാരണം വരുന്നതാണ്. ആൻഡ് കാർഡിയാക് എഫക്ട് എന്ന് പറയുമ്പോൾ എന്താ, സിവിയർ ബ്രാഡികാർഡിയ ആൻഡ് ഹൈപ്പോടെൻഷൻ. നമ്മൾ പറഞ്ഞ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്ന അല്ലെ, കാർഡിയാക് ഔട്ട്പുട്ട് ഒക്കെ കുറയ്ക്കുവാണ്. റെസ്പിറേറ്ററി ആണെങ്കിൽ ബ്രോങ്കോസ്പാസം അല്ലെ, ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആണ്. സോ ബ്രോങ്കിയൽ ഡിഫിക്കൽറ്റി, നമുക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ വരും. സോ ഇറ്റ് കോസ് ബ്രോങ്കോസ്പാസം. ആൻഡ് ഒരു നിമോണിക്സ് വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാന്ന് വെച്ചാൽ, സോ നമുക്ക് ഓർക്കാം അല്ലെ, ഈ ഒരു നമ്മൾ ഈ അസറ്റൈൽകോളിൻ തന്നെ പഠിക്കുമ്പോൾ ഇതിന്റെ ഒരു ADR നമ്മൾ പഠിക്കുമ്പോൾ ഡംബൽ എന്ന് ആലോചിക്കുക. എന്താണ് ഡംബൽ എന്ന് ആലോചിക്കുക. സോ നമുക്ക് ആ ഡംബലിൽ വരുന്ന ഏതൊക്കെയാ ലെറ്റേഴ്സ് ആണല്ലോ, ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. സോ നമുക്ക് ഏതൊക്കെയാണ് വരുന്ന അഡ്വേഴ്സ് റിയാക്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് D for ഡയറിയ, U for urination, and M for meiosis അല്ലെ, കോസ് കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ, ആൻഡ് B for ബ്രാഡികാർഡിയ അല്ലെ, നമ്മുടെ ആ ഒരു ഹാർട്ട് റേറ്റ് കുറയുന്നു. സോ ബ്രാഡികാർഡിയ ആൻഡ് ബ്രോങ്കോസ്പാസം, ആൻഡ് E for എമിസിസ് ആൻഡ് ലാക്രിമേഷൻ അല്ലെ, നമ്മുടെ സെക്രീഷൻസ് ഒക്കെ കൂടുതൽ, ലാക്രിമേഷൻസ്, സ്വെറ്റിംഗ്, സലൈവേഷൻ. സോ നമ്മുടെ എല്ലാ സെക്രീഷൻസ് കൂടുന്നു, അതുപോലെ ഹാർട്ട് റേറ്റ് കുറയുന്നു അല്ലെ, ഹാർട്ട് റേറ്റ് കുറയുന്നു, കാർഡിയാക് റേറ്റ് കുറയുന്നു, മയോസിസ് കോസ് ചെയ്യുന്നു. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. സോ ഇതൊക്കെ ആയിരിക്കും അവിടെ നടക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തു വെക്കുക. അപ്പൊ ഈ ഒരു കോഡ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓർത്ത് വെക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കൺക്ലൂഷൻ പോലെ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും, അസറ്റൈൽകോളിൻ എന്ന് പറയുന്ന ഒരു കീ അല്ലെ, ഒരു നാച്ചുറലി ഒക്കറിംഗ് അല്ലെ ഒരു കീ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ആൻഡ് ഇറ്റ് ആക്ട് വയ കോളിനർജിക് റിസപ്റ്റേഴ്സ് അല്ലെ, ഏതൊക്കെയാണ് മസ്കാരൻഡിക് റിസപ്റ്റേഴ്സ് ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ്, ആൻഡ് പ്രൊഡ്യൂസ് എഫക്ട് ബൈ കാറ്റയോൺ മൂവ്മെന്റ് ആൻഡ് ജി പ്രോട്ടീൻ സിഗ്നലിംഗ് അല്ലെ, ആ ഒരു അയോൺ ചാനൽസിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ എന്താണ് ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റേഴ്സിന്റെ ഒരു മൂവ്മെന്റ്സ് വെച്ചില്ല. സോ അത് മീഡിയേറ്റഡ് ആയിരിക്കും നമുക്ക് ആ ഒരു എഫക്ട് അല്ലെ, മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലിമിറ്റഡ് ക്ലിനിക്കൽ യൂസ് ഡ്യൂ ടു വെരി ഷോർട്ട് ഹാഫ് ലൈഫ് അല്ലെ, വെരി ഷോർട്ട് ഹാഫ് ലൈഫ് ആണ്. എന്തുകൊണ്ടാണ്, പെട്ടെന്ന് തന്നെ എൻസൈം മീഡിയേറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ബ്രേക്ക് ഡൗൺ അല്ലെ, ഒരു മെറ്റബോളിസം ഭയങ്കര ഫാസ്റ്റ് ആണ്, അസറ്റൈൽകോളിനെസ്റ്ററീസ് ആണ് എൻസൈം. സോ പെട്ടെന്ന് തന്നെ റാപ്പിഡ് ആയിട്ടുള്ള ആ ഒരു ബ്രേക്ക് ഡൗൺ നടക്കുന്നതുകൊണ്ട് ഷോർട്ട് പീരീഡിലായിരിക്കും നമുക്ക് ആക്ഷൻ വരുന്നത് അല്ലെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, എന്താണ് അസറ്റൈൽകോളിൻ നോക്കി, സോ എങ്ങനെയാണ് അത് മീഡിയേഷൻ ആക്ഷൻ, ഏത് റിസപ്റ്റേഴ്സ് വഴിയാണ്, മെക്കാനിസം നോക്കി, സോ അതിന്റെ ഫാർമക്കോളജിക്കൽ എഫക്ട് നോക്കി, ADR നോക്കി, എല്ലാം സിമ്പിൾ കോൺട്രാൻഡിക്കേഷൻസ് നോക്കി, എല്ലാം സിമ്പിൾ ആണ്. ന്യൂമോണിക്സ്, ഡംബൽസ് വെച്ച് പഠിച്ചു. സോ എല്ലാം സിമ്പിൾ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് അസറ്റൈൽകോളിനെ പറ്റി ഒരു കംപ്ലീറ്റ് അല്ലെ, നമുക്ക് പഠിക്കുമ്പോൾ ഭയങ്കര ANS എടുത്ത് പഠിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻസ് ഒക്കെ വരും. സോ ഇനി കൺഫ്യൂഷൻസ് വരരുത്. അസറ്റൈൽകോളിന്റെ ഫാർമക്കോളജി നന്നായിട്ട് പഠിക്കുക. സോ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ഫോളോ ചെയ്യുക. താങ്ക്